أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ പൊരുത്തത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഹ്ഖാഫാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 19 ആയത്തുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 20-21 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ധിക്കാരികളും ദുഷ്ടരുമായ മക്കളുടെ നിലപാടുകളെക്കുറിച്ചും എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്ത മക്കളായിരുന്നിട്ട് കൂടി വീണ്ടും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്നും അവർ നഷ്ടക്കാരാകുമെന്നും, എന്നാൽ ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനങ്ങൾ അതുമാത്രമാണ് അവർക്ക് ലഭ്യമാവുക. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരിക്കലും ഒരാളെയും അള്ളാഹു ആക്രമിക്കപ്പെടുകയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത്. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങളും നമ്മുടെ ആയുസ്സും എല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ആ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അതിനെ നാളെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ ദുന്യാവിലെ ഭൗതികമായ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, ഒന്നും അള്ളാഹുവിന് വേണ്ടി, ആരോഗ്യം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കില്ല, സമയം അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചോ ഖുർആനിനെക്കുറിച്ചോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചോ പഠിക്കാൻ ചെലവഴിക്കാതെ അതിനെ മുഴുവനും പാഴാക്കി കളയുന്ന ആളുകൾക്ക് നാളെ വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 20-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. വയൗമ യുഅറദുല്ലദീന കഫറൂ അലന്നാരി അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ്ദുന്യാ. വയൗമ ദിവസം യുഅറദു പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം, യുഅറദു പ്രദർശിപ്പിക്കപ്പെടുക, യൗമ ദിവസം, വയൗമ യുഅറദു പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം, അല്ലദീന ഒരു വിഭാഗത്തെ, കഫറു അവർ അവിശ്വസിച്ചവരാണ്, അവിശ്വസിച്ച ആളുകളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. എവിടെ പ്രദർശിപ്പിക്കപ്പെടുക? അലന്നാരി നരകത്തിങ്കൽ.
നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. എന്നിട്ട് അദ്ഹബ്തും നിങ്ങൾ പോക്കിക്കളഞ്ഞില്ലയോ, നിങ്ങൾ പാഴാക്കിക്കളഞ്ഞു, ത്വയ്യിബാത്തിക്കും നിങ്ങളുടെ വിശിഷ്ടമായ നല്ല കാര്യങ്ങളെ. ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടിയ വിശിഷ്ടമായ നല്ല കാര്യങ്ങളെയൊക്കെ നിങ്ങൾ പാഴാക്കിക്കളഞ്ഞു, നിങ്ങൾ പോക്കിക്കളഞ്ഞു. ഫീ ഹയാത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, അദ്ദുന്യാ ഇഹത്തിലെ ഭൗതികമായ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വിശിഷ്ടമായ ധാരാളം വസ്തുക്കളുണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത് മുകളിൽ. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ വാഹനവും നമ്മുടെ കച്ചവടവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തും എല്ലാം ത്വയ്യിബാത്തുകളാണ്. ഏറ്റവും നല്ല വിശിഷ്ടമായിട്ടാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ നൽകിയിട്ടുള്ള വസ്തുക്കളെ മുഴുവനും, ദുനിയാവിൽ നിങ്ങൾക്ക് നൽകിയ എല്ലാ വിശിഷ്ടമായ വസ്തുക്കളെയും അദ്ഹബ്തും നിങ്ങൾ വെറുതെ പാഴാക്കിക്കളഞ്ഞു എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. നാളെ അവിശ്വാസികളാകുന്ന ആളുകളെ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ട്. പിന്നെ വസ്തംതഅ്തും ബിഹാ, എന്നിട്ട് അവ കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. അപ്പൊ സമയം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ്. നിഅമതാനി മഅബൂബുൻ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികരിച്ച ആളുകളും അശ്രദ്ധരാകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഉദാഹരണം പറയാം, രണ്ട് അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിനെ കുറിച്ച് അധികം ആളുകളും അശ്രദ്ധരാണ്. ഒന്ന് അസ്വഹ, നമ്മുടെ ആരോഗ്യമാണ്. രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്, വെറുതെ കിട്ടുന്ന സമയം, ജോലിയൊന്നുമില്ലാതെ വെറുതെ നിൽക്കുന്ന സമയം. വെറുതെ മൊബൈലുകളിൽ അതും ഇതും തോണ്ടി മറ്റേ റീലുകളും ആ സിനിമകളും അനാവശ്യമായ കാര്യങ്ങൾ കാണേണ്ടുന്ന സമയം, അതിനുവേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെയോ ആ സമയത്തിന്, ഒഴിവ് കിട്ടിയ സമയം, ഏതെങ്കിലും വിശുദ്ധമായ ഖുർആനിനെ പഠിക്കാനും അത് പകർത്താനും അത് ഓതാനും തസ്ബീഹ് ചൊല്ലാനും തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കാനും സ്വലാത്ത് ചൊല്ലാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഉപയോഗപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ അള്ളാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ, ത്വയ്യിബാത്തുകളെ, വിശിഷ്ടമായ വസ്തുക്കളെ, അതിനെ വെറുതെ പാഴാക്കി കളയുകയും വസ്തംതഅ്തും ബിഹാ, അതുകൊണ്ട് മാത്രം സുഖമെടുക്കുക. കിട്ടിയ സമ്പത്ത് മുഴുവൻ അടിച്ചു പൊളിച്ച് കളയുക. കിട്ടിയ സമയം അത് അടിച്ചു പൊളിച്ച് കളയാനുള്ളതാണ്. അങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുകയും അതുകൊണ്ട് ഇങ്ങനെ സുഖലോലുപതയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ തീർച്ചയായും നാളെ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് അല്ലാഹു പിന്നീട് പറയുന്നത്, ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർള്. തീർച്ചയായും ഫൽയൗമ, അതിനാൽ ഇന്ന്, അല്ലാഹു അവരെ അവിശ്വാസികളാകുന്ന ആളുകളെ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടവരോട് പറയാ, ഫൽയൗമ, ഇന്നത്തെ ദിവസം, തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയാണ്, അദാബൽ ഹൂനി, നിന്ദയുടെ ശിക്ഷയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത്. അന്ന് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത്, ആ ലോകത്ത് ഭൗതികമായ ജീവിതത്തിൽ നിങ്ങളുടെ സമയങ്ങളെയോ സന്ദർഭങ്ങളെയോ നിങ്ങളുടെ വയസ്സിനെയോ ആരോഗ്യത്തിനെയോ ഒന്നിനെയും നിങ്ങൾ നാളെ പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എല്ലാം കൊണ്ടും നിങ്ങൾ വെറും സുഖം എടുക്കൽ മാത്രമായിരുന്നുവെങ്കിൽ, ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി, ഇന്നത്തെ ദിവസം നിന്ദയുടെ ശിക്ഷയുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. എന്താ നിങ്ങൾക്കിത് നൽകാനുള്ള കാരണം? ബിമാ കുൻതും, നിങ്ങളായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ശിക്ഷ അനുഭവിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? ബിമാ കുൻതും, നിങ്ങളായത് കൊണ്ടാണ്. തസ്തക്ബിറൂന, നിങ്ങൾ കിബർ നടിച്ചുകൊണ്ട് അഹങ്കാരികളായി നടന്നു. ഫിൽ അർളി, ഭൂമിയിൽ. ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് താന്തോന്നികളായി, തോന്നിവാസികളായി, അഹങ്കാരികളായി നിങ്ങൾ ജീവിച്ചു. ആ അഹങ്കാരികളായി ദുനിയാവിൽ നിങ്ങൾ ജീവിച്ച കാരണം കൊണ്ട് നിങ്ങൾ ഈ ഒരു ശിക്ഷ, നിന്ദ്യതയുടെ ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. തീർച്ചയായും നിങ്ങൾ
പിന്നെ അനുഭവിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന. പിന്നെ വബിമാ കുൻതും, നിങ്ങളായത് കൊണ്ടുമാണ്, തഫ്സുഖൂന, തോന്നിവാസം പ്രവർത്തിക്കുന്നവരായതുകൊണ്ടും നിങ്ങൾ അനുഭവിച്ചേക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിന്ദ്യതയുടെ ശിക്ഷ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത് എന്ന് അവരോട് പറയപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തെത്തിയാൽ വീണ്ടും ദുനിയാവിലേക്ക് വന്ന് വീണ്ടും സമയത്തെയും സന്ദർഭങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ആർക്കും കഴിയില്ല. ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സമയത്ത് ചിന്തിക്കണം, ഈ സന്ദർഭങ്ങളിൽ ചിന്തിക്കണം. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അള്ളാഹു നൽകിയിട്ടുള്ള തൊയ്യബാത്തുകളെ, അള്ളാഹു നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളെ, സന്ദർഭങ്ങളെ, സമയങ്ങളെ, സമ്പത്തിനെ നാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ആലോചിക്കാനാണ് അള്ളാഹു ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം അത് തോന്നിവാസത്തിന് വേണ്ടി നമ്മുടെ ദണ്ടും നമ്മുടെ അധികാരവും നമ്മുടെ കഴിവും ഞാനെല്ലാം തികഞ്ഞവനാണെന്ന ആ അഹങ്കാരികളായി ഞാനും നിങ്ങളും ദുനിയാവിൽ ജീവിച്ചാൽ തീർച്ചയായും അവിടെ അദാബൽ ഹൂൻ, ഏറ്റവും നിന്ദ്യതയുടെ ശിക്ഷ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ഏത് സമയത്തും എന്നും നമുക്ക് മരണം വരാം, ഏത് സമയത്തും വരാം. അതുകൊണ്ട് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധം നമ്മുടെ മനസ്സുകളിലേക്കുണ്ടാകണം. അങ്ങനെ ഇല്ലാതെ വന്നാൽ തീർച്ചയായും അപമാനത്തിൻ്റെയും നിന്ദ്യതയുടെയും സഹിക്കാനാവാത്ത ഭയാനകരമായ ശിക്ഷകളാണ് ലഭിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഭൗതികമായ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളേറെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ സുഖസൗകര്യങ്ങളെയും എല്ലാം, സമ്പത്താണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ പരലോകത്തിനും സ്വർഗീയമായ സുഖം ലഭ്യമാകുവാനും ഉപയോഗപ്പെടുത്തുകയാണ് വിശ്വാസികൾ വേണ്ടത്. അല്ലാതെ കിട്ടിയത് മുഴുവനും ഭൗതികമായ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും അതിൽ മാത്രം മുഴുകുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ശക്തമായ താക്കീതുകളാണ് ഈ ആയത്തുകളിലുള്ളത്. അത്യാവശ്യമായ അളവിൽ മാത്രം ഹൈകീകമായ വിഭവങ്ങൾ നന്ദിപൂർവം ഉപയോഗപ്പെടുത്തണം. കിട്ടിയ അല്ലാഹു തആല തന്നു എന്നതുകൊണ്ട് അതിനെ ധൂർത്തായി അതിനെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. സുഖാഡംബരങ്ങളിൽ മുഴുകി ധിക്കാരികളായി, ഫാസിഖീങ്ങളായി, തോന്നിവാസികളായി ജീവിക്കരുത് തുടങ്ങിയ ശക്തമായിരിക്കുന്ന സന്ദേശമാണ്, ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ആയത്തിൽ. തൊട്ടുടനെയുള്ള ആയത്തിൽ 21-ാമത്തെ ആയത്തിൽ ഇത്തരത്തിൽ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. സമ്പത്ത് കൊണ്ടും അതേപ്രകാരം അധികാരവും നല്ല ആരോഗ്യവും തണ്ടും തടിയും എല്ലാം അള്ളാഹു തആല ശക്തമായി നൽകിയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ആദ് സമൂഹം. ആ ആദ് സമൂഹത്തെ അവരെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവരെല്ലാം തികഞ്ഞവരായിരുന്നു. എല്ലാം കിട്ടിയിട്ടും ആ ആദ് സമൂഹം ധിക്കാരികളായി മാറി. ഈ സൂറത്തിന് അഹ്ഖാഫ് എന്ന പേര് വരാൻ കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽ അഹ്ഖാഫി വദ്കുർ അഖാ ആദിൻ ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയായ ആദ് ഗോത്രം വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അഹ്ഖാഫ്. ആദ് സമൂഹത്തിന്റെ വാസസ്ഥലമായിരുന്നു അഹ്ഖാഫ്. അവരെ കുറിച്ച് ചർച്ച ചെയ്തത് കൊണ്ടാണ് ഈ സൂറത്തിന് അഹ്ഖാഫ് എന്ന പേര് വന്നിട്ടുള്ളത്. അഹ്ഖാഫ് ജനതയെക്കുറിച്ച് മറ്റു പല സൂറത്തുകളിലും ഇതിനു മുമ്പ് നാം പഠിച്ചിട്ടുള്ള പല സൂറത്തുകളിലും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ വാസസ്ഥലത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ചും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അധികം വിശദീകരിക്കുന്നില്ല, ബാക്കി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആദ് സമൂഹത്തിന്റെ സഹോദരനെ ഓർക്കണം. അഥവാ ഹൂദ് നബി അലൈഹിസ്സലാമാണ് ആദ് സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകനെ ഓർക്കണം. ഇത് അൻദറ, അദ്ദേഹം താക്കീത് നൽകിയപ്പോൾ ഖൗമഹു, തന്റെ ജനതക്ക്, ബിൽ അഹ്ഖാഫി, അഹ്ഖാഫിൽ വെച്ചുകൊണ്ട് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തിന് താക്കീത് നൽകി. എന്താണ് താക്കീത് നൽകിയത്? വഖദ് ഖലതി അന്നുദുറു
വഖദ് ഖലതി കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നുദുറു താക്കീതുകാർ മിൻ ബൈനി യദൈഹി അദ്ദേഹത്തിന്റെ മുന്നിലും വമിൻ ഖൽഫിഹി പിന്നിലും. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പും ശേഷവും ഒക്കെ ധാരാളം നദീർ, നുദർ, താക്കീതുകാർ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യമായി വന്ന പ്രവാചകനൊന്നുമല്ല മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മുമ്പും ശേഷവും ഒക്കെ ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്താണ് ആദ് സമൂഹത്തിന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം നൽകിയിട്ടുള്ള താക്കീത്? എന്താണ് അദ്ദേഹം അവരോട് പഠിപ്പിച്ചത്? എന്താണ് അദ്ദേഹം വളരെ പ്രധാനമായി, ഒരു പ്രവാചകൻ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായ വിഷയം എന്താണ്? അതാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്, അല്ലാ തഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കരുതെന്ന് താക്കീത് നൽകി. നിങ്ങൾ ആരാധിക്കരുത് ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ. നിങ്ങൾ ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റൂ, അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് കേട്ടോ എന്ന് ആദ് സമൂഹത്തെ ഹൂദ് നബി അലൈഹിസ്സലാം താക്കീത് നൽകി. ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അദാബ യൗമിൻ ഒരു ദിവസത്തിലെ ശിക്ഷ, അലീം വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്. അന്ന് താങ്ങാൻ കഴിയില്ല, അന്ന് അത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഭയാനകരമായ അലീമായ ദിവസത്തിന്റെ ശിക്ഷ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. അത് ഇല്ലാതിരിക്കണമെങ്കിൽ അല്ലാ തഅ്ബുദു ഇല്ലല്ലാ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കരുത് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ, ആദ് സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു, അവർക്ക് താക്കീത് നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 20-21 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്, വയൗമ യുറാദുൽ ലദീന കഫറൂ അലന്നാരി അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ വസ്തംതഅതും ബിഹാ. കാഫിരീങ്ങളായ അവിശ്വാസികളാകുന്ന ആളുകൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം ആ അവിശ്വാസികളായ ആളുകളോട് പറയപ്പെടും, അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ, നിങ്ങളുടെ ദുന്യാവിലെ ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളഞ്ഞു എല്ലാ വിശിഷ്ടമായ വസ്തുക്കളെയും. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം ദുന്യാവിൽ വെച്ച് തന്നെ നിങ്ങൾ പാഴാക്കി കളഞ്ഞു. വസ്തംതഅതും ബിഹാ, അവ കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫല്യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, നിങ്ങൾ ഭൂമിയിൽ ന്യായമല്ലാത്ത വിധം അഹംഭാവം നടിച്ചിരുന്നത് കൊണ്ടും, വബിമാ കുൻതും തഫ്സുഖൂൻ, നിങ്ങൾ തോന്നിവാസം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും നിങ്ങൾക്ക് നിന്ദയുടെ ശിക്ഷ, പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. നൽകപ്പെടുന്ന ദിവസമാണിത് എന്ന് അവരോട് പറയപ്പെടും. വദ്കുർ അഖാ അഹദിൻ ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്, ആദ് ഗോത്രത്തിന്റെ സഹോദരനെ അഥവാ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ഓർമ്മിക്കുക. അതായത് അഹ്ഖാഫിൽ വെച്ച് അദ്ദേഹം തന്റെ ജനതയെ താക്കീത് നൽകിയ സന്ദർഭം. എന്താ താക്കീത്? വഖദ് ഖലതിൻ നുദുറു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അദ്ദേഹത്തിന്റെ മുമ്പിലും അദ്ദേഹത്തിന്റെ പിമ്പിലും ധാരാളം താക്കീതുകാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും താക്കീത് നൽകിയിട്ടുണ്ട്. ഹൂദ് നബിയുടെ മുമ്പും ശേഷവുമുള്ള ആളുകളൊക്കെ താക്കീത് നൽകിയിട്ടുണ്ട്. അതുപോലെ അഹ്ഖാഫിൽ വെച്ച് തന്റെ ജനതയെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമും താക്കീത് നൽകി. എന്താ താക്കീത്? അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് ആ ആദ് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി. ആദ് സമൂഹത്തിന് നൽകിയിട്ടുള്ള ശിക്ഷാമുറകളും അതിന്റെ ബാക്കിയൊക്കെ 22-ാമത്തെ ആയത്തിൽ തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനും പകർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.